ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴിന്ന് തക്കാളി വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. കൂടെ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പൊളി ഐറ്റമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയാട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ചട്ടിയിലോട്ട് നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണേ. അത് ഇതുപോലെ നടുക്ക് 2 വെട്ടിട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പം 4 ഞാൻ എടുത്തിട്ടുണ്ട്. 4 ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അതും കൂടെ ചേർത്തിട്ട് ഇനി ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.5 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് ഒന്ന് വെന്ത് വരട്ടെ. ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് വെന്ത് ആ തൊലിയൊക്കെ ഒന്ന് ഇളകി വരുന്ന ഒരു പരുവം ഉണ്ടല്ലോ, അപ്പം അതുവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കണേ. അപ്പോൾ ഇത് അവിടെ ഇരുന്നൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 3/4 കപ്പോളം തേങ്ങ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് നരച്ചെടുക്കണം. ഞാനൊരു 1/4 കപ്പിലും താഴെയായിട്ടേ വെള്ളം ചേർത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് നരച്ചു കൊണ്ടുവരാവേ. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ പാല് എടുക്കാവേ. അപ്പം ഞാൻ എടുക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ അരിപ്പയിൽ അരിച്ചാണ് എടുക്കുന്നത്. ചിലർ തുണിയൊക്കെ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ എടുക്കുന്ന ഒരു രീതിയാണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ തന്നെ എടുത്തോളൂ കേട്ടോ. ഇനി ഇത് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് അമർത്തി അതിൻ്റെ പാലെടുക്കാം. ഇപ്പം അതാണ്ട് ഞാനെല്ലാം ഒന്ന് പിഴിഞ്ഞ് പാലൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ലേ. അപ്പോൾ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സാക്കി ഒന്ന് ലൂസാക്കി എടുത്തിട്ട് മാറ്റി വെക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. പെട്ടെന്ന് അങ്ങ് റെഡിയാവും. പെട്ടെന്നൊന്ന് വെന്ത് കിട്ടുമേ. അപ്പോൾ ഇത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റൊക്കെ മതിയാവും. അപ്പോഴേക്കും ഒന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ആ തൊലിയൊക്കെ ഒന്ന് ഇളകി വന്നിട്ടുണ്ട്. അപ്പം ഈ പരുവം വരെയും ഒന്ന് വേവിച്ചെടുക്കണേ. ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റാം. ഞാൻ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ആ വറ്റൽമുളകും കൂടെ വെള്ളത്തിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വരണം. നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്നൊരു ഭാഗമാകുമ്പോഴേക്കും ഇനി അതിൻ്റെ തൊലിയൊക്കെ അങ്ങ് ഇളക്കി കളയാം. ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടേ എല്ലാം ഒന്ന് എടുത്തുകൊണ്ട് വരാം. ഇപ്പം ഞാൻ എല്ലാ തൊലിയൊന്നും എടുത്ത് കളഞ്ഞ് ആ മേളത്തെ ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ആ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാവേ. വെള്ളം നമ്മൾ ആ തക്കാളി വേവിച്ച വെള്ളം തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 കപ്പോളം ചേർക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിന് അടിച്ചെടുത്ത് കൊണ്ടുവരാവേ. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി വീണ്ടും നമ്മൾ തക്കാളി വേവിച്ച അതേ ചട്ടി തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ഈ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാനതിലേക്ക് എണ്ണ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ താളിപ്പൊക്കെ ലാസ്റ്റ് ചേർക്കാം, അല്ലെങ്കിൽ ആദ്യം ഒന്ന് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ എണ്ണ ഒഴിവാക്കുന്നത് കൊണ്ടാണ് എണ്ണ ചേർക്കാത്തത് കേട്ടോ. എണ്ണ ചേർത്തില്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഇങ്ങനെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ പാകം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നങ്ങ് മിക്സാക്കി നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ ഈ കറിയാണെങ്കിൽ നമുക്ക് രസത്തിന് പകരമോ ഒരു ഒഴിച്ചുകൂട്ടാനായിട്ടൊക്കെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ സൈഡിൽ ഈ കറി ഒഴിച്ചാൽ നല്ലതാണ്. ഇനി ഇത് മാത്രം ഉണ്ടെങ്കിലും പിന്നെ ഒരു മീൻ പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിലും നല്ലതാണ് ചോറ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്.
ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. 2, 3 തിളയ്ക്കുമ്പോഴേക്കും റെഡിയായി വരും. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. അല്ലെങ്കിൽ ഇനി കറിവേപ്പിലയാണെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി. ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തക്കാളി കറി റെഡി ആയിട്ട് വരും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അധികം ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. സവാള അരിയുകയോ അങ്ങനെ വഴറ്റുകയോ ഒന്നും കഷ്ടപ്പെടേണ്ട. പിന്നെ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കിക്കോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും